ബി.ജെ.പിയും സംഘപരിവാറും കൊടുങ്കാറ്റായി രാജ്യത്തിന്റെ ജനാധിപത്യത്തിലും അതിന്റെ അന്തസത്തയിലും അപകടം വിതയ്ക്കുമ്പോൾ അതിനെ ഇന്ന് ചെറുത്തു നിൽക്കാൻ ഒറ്റ നേതാവ് മാത്രമേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധിയാണ്. ശരിയാണ്, 2-3 വർഷമായി തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അപ്രസക്തമായി കഴിഞ്ഞു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി, ഒഡീഷ, ത്രിപുര, ഒടുവിൽ ബീഹാറും. ബി.ജെ.പിയുടെ പണാധിപത്യത്തിൽ തട്ടി പലതും കോൺഗ്രസിന് നഷ്ടമാകുമ്പോൾ നിസ്സഹായതയുടെ പരിവേഷമാണ് രാഹുൽ ഗാന്ധിക്ക് വരുന്നത്. മോദി ഭരണത്തിന്റെ കീഴിൽ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും മടിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നും പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും അവസാന വാക്കാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി മോദിയെയും അമിത്ഷായെയും എതിർക്കാൻ രാഹുൽ ഗാന്ധി ഇല്ലാത്ത അവസ്ഥ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഭീകരമാണ് ആ അവസ്ഥ. ബി.ജെ.പി എതിർക്കാൻ തമിഴ്നാട്ടിൽ സ്റ്റാലിനുണ്ട്, ബംഗാളിൽ മമതാ ബാനർജിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തടുത്തപ്പ. കാരണം ഇവരുടെ എതിർപ്പുകൾ പ്രാദേശികമായി മാത്രം ഒതുങ്ങുമ്പോൾ അതിനു മുകളിലേക്ക് ബി.ജെ.പി തന്റെ വർഗീയ ഭണം വിടർത്തി രാജ്യത്ത് നടമാടും. അതിനെ എതിർക്കാൻ രാഹുൽ ഗാന്ധിയോളം പോകുന്ന മറ്റൊരു ഓപ്ഷൻ ഇനി ഇല്ല എന്നത് സത്യം മാത്രമാണ്. സ്വന്തം സർക്കാരിനെ എതിർത്തുകൊണ്ടും തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. 2011 ബ്രിട്ടീഷ് സർക്കാരിനെ മാതൃകയാക്കി നിർമ്മിച്ച ഭൂമി ഏറ്റെടുക്കൽ ബിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ കൊണ്ട് ഭേദഗതി ചെയ്യിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കൽ കർഷക സമ്മതവും വിപണി വിലയ്ക്ക് കൂടുതൽ നഷ്ടപരിഹാരവും ഉറപ്പാക്കുന്ന നിയമമാക്കി മാറ്റിയത് രാഹുൽ ഗാന്ധിയാണ്. 2015 കർഷക സമ്മതം നീക്കം ചെയ്യുകയും വിപണി വിലയിലും നഷ്ടപരിഹാരം കുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് ഇതേ ബിൽ വീണ്ടും അവതരിപ്പിച്ചു. വ്യാപാരികൾക്ക് പ്രയോജനപ്പെടുന്നതിനായി പുതിയ ബിൽ അവതരിപ്പിച്ചു. ഇതിനെതിരെ പ്രതിഷേധത്തിന് ശേഷം അരുൺ ജെയ്റ്റ്ലി നേരിട്ട് കണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. അവിടെ നിന്ന് മോദി സർക്കാർ പപ്പു തിരക്കഥ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് അന്ധഭക്തരെയും മാധ്യമങ്ങളെയും അതിനായി വിന്യസിച്ചു. അവർ ഒരു പരിധിവരെ അതിൽ വിജയിച്ചു. അത് കാര്യമായി ഏൽക്കാത്തത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. നോട്ട് നിരോധനത്തിന്റെ കാര്യം വന്നപ്പോൾ രാഹുൽ അതിനെ ശക്തമായി എതിർത്തു. അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. തൽഫലമായി ഇന്ന് ദശലക്ഷക്കണക്കിന് ചെറുകിട ബിസിനസ്സുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. രാഹുൽ പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് ബി.ജെ.പിക്കാർ വരെ സമ്മതിക്കുന്നുണ്ട്. ബാക്കിയായി തൊഴിലില്ലായ്മ അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. യുവാക്കളെ നോട്ട് നിരോധനം പിന്നോട്ടടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് ഇന്ന് ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട്. പണം കൊണ്ട് വോട്ട് പിടിക്കാനും കമ്മീഷനെ വരുതിയിലാക്കാനും ഒക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വേഗത്തിൽ പ്രാവർത്തികമാക്കുവാൻ പോകുന്ന കരുത്തും ശേഷിയും രാഹുലിനുണ്ടായിരുന്നു. കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്തിനെ ഉള്ളം കൈയിൽ അമ്മാനമാടുമ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഹൈജാക്കിന്റെ ഇടനാഴികളിൽ നിന്നും രാഹുൽ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ കുറച്ചുകൂടി അഗ്രസീവായി പ്രവർത്തിക്കുന്ന പ്രകൃതമായിരുന്നു രാഹുൽ ഗാന്ധിക്കെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. 2019 മുതൽ വോട്ട് മോഷണം രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏറെക്കുറെ സത്യമാണെന്ന് തെളിയുന്നുണ്ട്. തന്റെ പോരാട്ടം രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വീണ്ടും വീണ്ടും രാഹുൽ പ്രഖ്യാപിക്കുമ്പോൾ ചില തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കൊണ്ട് മാത്രം അതിനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല. 400 സീറ്റിനും അപ്പുറം എന്ന് പ്രഖ്യാപിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതെ പോയതിന് പിന്നിൽ രാഹുൽ ഫാക്ടർ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു അസ്തമയം കണ്ട് ചിരിക്കുന്നവരോട് നാളെ ഉദയം ഉണ്ടാകുമെന്ന കാര്യം മറക്കരുതെന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.